ഹായ് കേരറ്റ്സ് and വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2025-26 SSCGD എക്സാം എഴുതിയ കുട്ടികൾക്ക് വേണ്ടി ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ CSFൻ്റെ ട്രെയിനിങ് കലണ്ടർ ഔട്ടായിരിക്കുകയാണ്. ഈ ഒരു ട്രെയിനിങ് കലണ്ടറിൽ നിന്നും കോൺസ്റ്റബിൾ GD എന്നൊരു ട്രേഡിലേക്ക് ജോലി കിട്ടുന്ന കുട്ടികൾക്ക്, എവിടെ ജോലി കിട്ടുന്ന കുട്ടികൾക്ക്, CSFൽ ജോലി കിട്ടുന്ന കുട്ടികൾക്ക് ട്രെയിനിങ് എപ്പോഴാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് എന്നതിൻ്റെ അപ്ഡേറ്റഡ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ ഫിസിക്കൽ എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ആകാൻ പോകുന്നത്, റിസൾട്ട് എപ്പോൾ വരും, നോർമലൈസേഷൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്, ഇതെല്ലാം ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളും 2025-26 SSCGDക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിരിക്കണം. ഒത്തിരി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ കുറച്ച് പോയിന്റ് മാത്രം കാണുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ഒന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ പറയും വീഡിയോയിൽ സാറ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല എന്ന്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ഫുൾ കാണുക ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. SSCGD റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ ആന ഡിഫൻസ് അക്കാഡമിയുടെ ഈ ഒരു ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. ഇതോടൊപ്പം തന്നെ ആന ഡിഫൻസ് അക്കാഡമിയുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേറ്റ് ഓൺ ദ ടൈം ലഭിക്കുന്നതായിരിക്കും. 2026-27 SSCGDയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്ന വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. നോക്കൂ കുട്ടികളെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. എക്സാം കംപ്ലീറ്റ് ആയി, കുട്ടികളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് റിസൾട്ടിന് വേണ്ടിയിട്ട്. മിക്ക കുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിൻ്റാണ്, സർ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യണോ അതോ വേണ്ടയോ എന്ന്. കുട്ടികളെ തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് എത്രയാണെങ്കിലും പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫിനെക്കാട്ടിയും കുറവാണെങ്കിലും തീർച്ചയായിട്ടും എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നിങ്ങളുടെ ഹെൽത്തിനായിട്ടെങ്കിലും നിങ്ങൾ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. നോട്ടീസ് ഔട്ടായിരിക്കുകയാണ്. ഒഫീഷ്യൽ നോട്ടീസ് അപ്ഡേറ്റ് തന്നെയാണ്. ട്രെയിനിങ് കലണ്ടർ ഔട്ടായിട്ടുണ്ട്. എല്ലാ വർഷവും ഇതേ രീതിയിൽ CSFൻ്റെ തന്നെയാണ് ആദ്യം ട്രെയിനിങ് കലണ്ടർ ഔട്ടാവുന്നത്. CSFും സ്വന്തം ഇഷ്ടത്തിലല്ല ഈ ഒരു ട്രെയിനിങ് കലണ്ടർ ഔട്ട് ചെയ്യുന്നത്. CSF എന്ന് പറയുന്ന ഫോഴ്സും SSC എടുത്ത് ചോദിച്ചിട്ട് തന്നെയാണ് അവർ ഈ ഒരു ട്രെയിനിങ് കലണ്ടർ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ CSFനും കറക്റ്റായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, എപ്പോൾ റിസൾട്ട് വരും, അതേപോലെ തന്നെ എപ്പോഴാണ് ഈ ഒരു ബാച്ചിൻ്റെ ഫൈനൽ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആകുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ എല്ലാ വർഷവും ഇതേ രീതിയിൽ CSF ട്രെയിനിങ് കലണ്ടർ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലും ഒരു ക്ലിയർ ഐഡിയ വേണം. എന്തായാലും CSF ഇതേ രീതിയിലൊരു ട്രെയിനിങ് കലണ്ടർ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ക്ലിയർ ഐഡിയ കിട്ടുന്നുണ്ട്. ട്രെയിനിങ് എന്തായാലും സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ജനുവരി ആൻഡ് ഫെബ്രുവരി മന്തിലാണെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രെയിനിങ് കലണ്ടറിലോട്ട് പോകാം. നോക്കൂ കുട്ടികളെ, ഒഫീഷ്യൽ ട്രെയിനിങ് അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ജൂലൈ 14 ഈ ഒരു ലെറ്റർ ഔട്ടായിരിക്കുന്നത്. ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റബിൾ GD 2026 വേക്കൻസിയുടെ അപ്ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് അത് തന്നെയാണ്. അതായത് 2025-26 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിനകത്തും CSFലേക്ക് ടോട്ടൽ വേക്കൻസി എത്രയായിരുന്നു? 14,595 ആയിരുന്നു. ഇവർ ട്രെയിനിങ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ജനുവരി ആൻഡ് ഫെബ്രുവരി മന്തിലാണ്. ഇനി എവിടെയാണ് ട്രെയിനിങ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് അതും വളരെ അപ്ഡേറ്റ് ആയിട്ട് ഈ ഒരു ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ലെറ്റർ അപ്ഡേറ്റ് അനുസരിച്ച് നോക്കൂ കുട്ടികളെ, വേക്കൻസി നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. 25,487 വേക്കൻസി. ടോട്ടൽ വേക്കൻസിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് CSF എന്ന പോസ്റ്റിൻ്റെ വേക്കൻസി നോക്കൂ, 14,595. ഇത്രയും വേക്കൻസി തന്നെയാണ് ഈ ഒരു ഒഫീഷ്യൽ ലെറ്ററിലും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കുട്ടികളെല്ലാവരും എവിടെയാണ് ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത് നോക്കൂ. വളരെ ഡീറ്റെയിൽ ആയിട്ട് അതും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും കുട്ടികൾ ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പോകുന്ന പ്ലേസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. CSFൻ്റെ ട്രെയിനിങ് സെൻ്ററാണ് ദേവോളി, ഇത്രയും സ്റ്റുഡൻസ്. ബർവാഹ ഇത്രയും സ്റ്റുഡൻസ്. പിന്നെ തക്കോളം ഇത്രയും സ്റ്റുഡൻസ്. മുണ്ടാലി ഇത്രയും സ്റ്റുഡൻസ്. ബിലാൽ ഇത്രയും സ്റ്റുഡൻസ്. ബഹറൂർ ഇത്രയും സ്റ്റുഡൻസ്. ഈ കുട്ടികളെല്ലാം ട്രെയിനിങ്ങിന് പോകാൻ പോകുന്ന സെൻറ്റേഴ്സാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് CSF ഔട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഒഫീഷ്യൽ ലെറ്ററിൽ. അപ്പോൾ നമുക്ക് നോക്കാം, ഇനി ഈ ട്രെയിനിങ് ഷെഡ്യൂൾ ഔട്ട് ചെയ്ത സ്ഥിതിക്ക് ബാക്കി പ്രോസസ്സ് എങ്ങനെയാണ് SSC അങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് അതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് വന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന എല്ലാം തന്നെ പ്രീവിയസ് ഇയറിലെ അപ്ഡേറ്റും അതേപോലെ നമുക്ക് കിട്ടിയ ചെറിയ ചെറിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ്. അതേപോലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക കേട്ടോ കുട്ടികളെ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്,
മിഷൻ 2026 ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി ഫോർ സ്റ്റുഡൻസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, നോക്കൂ കുട്ടികളെ, ഡോണ്ട് വെയിറ്റ് ഫോർ ദ റിസൾട്ട്. നിങ്ങൾ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് അവിടെ 5 കിലോമീറ്റർ 24 മിനിറ്റ്സിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. പെൺകുട്ടികൾക്കാണെങ്കിൽ 1.6 കിലോമീറ്റർ 8 മിനിറ്റ് 30 സെക്കൻഡിൽ ഓടിയെത്തണം. റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം വരും. കാരണം ട്രെയിനിങ് കലണ്ടർ ആൾറെഡി ഔട്ടായിരിക്കുകയാണ് ജനുവരി ഫെബ്രുവരി. അപ്പോൾ അതിനനുസരിച്ച് SSCയും SSCGയുടെ സെലക്ഷൻ പ്രോസസ്സിൽ ചിലപ്പോൾ സ്റ്റെപ്പുകൾ പെട്ടെന്ന് എടുക്കുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ആൻഡ് DV ഇത് കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് CAPFൻ്റെ അണ്ടറിലുള്ള ഫോഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ പെട്ടെന്ന് വേണമെങ്കിൽ ഇവർക്ക് ആക്ഷൻ എടുക്കാം. അതുകൊണ്ട് ഇനി നിങ്ങൾ ഡിലേ കാണിക്കരുത്, നിങ്ങൾ മിസ്റ്റേക്ക് ഒന്നും കാണിക്കരുത്. റിസൾട്ട് എന്തായാലും ഓട്ടോമാറ്റിക്കലി ഔട്ടാവുന്നതായിരിക്കും. CSF ആൾറെഡി SSC എടുത്ത് ചോദിച്ചിട്ട് തന്നെയാണ് ട്രെയിനിങ് കലണ്ടർ ഔട്ട് ചെയ്യുന്നത്. എല്ലാ വർഷവും അങ്ങനെ ഔട്ട് ചെയ്യാറുള്ളൂ. അതാണ് പ്രോപ്പർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനിയും ആ ഒരു ട്രെയിനിങ് കലണ്ടറിൽ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഓക്കെ ഡേറ്റ് എക്സ്റ്റെൻഡ് ആകാനുള്ള സാധ്യതയുണ്ടെന്ന്. ക്ലിയർ ആയല്ലോ? അതുകൊണ്ട് റിസൾട്ടിനായിട്ട് ആരും വെയിറ്റ് ചെയ്യരുത്, ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തോളൂ. സ്റ്റാർട്ട് പ്രിപ്പയറിങ് ഫോർ ദ ഫിസിക്കലിനായിട്ട് എല്ലാ കുട്ടികളും ഉടനെ തന്നെ നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തോണം. ഇനി നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ റിസൾട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആഗസ്റ്റ് ആൻഡ് സെപ്റ്റംബറാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ മെഡിക്കൽ കാര്യങ്ങളും തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. എന്താണ്? അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ മെഡിക്കൽ പോയിൻറ്റും തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. എന്തുകൊണ്ടാണ് മെഡിക്കൽ പോയിൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും. കിഡ്സ്, ഇവിടെ ഞാൻ ഈ മെഡിക്കൽ ഫിസിക്കൽ നിങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നതിന് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഉണ്ട്. അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നോക്കൂ കുട്ടികളെ, 2021, 22, 23, 25 കാര്യം പറയുകയാണെങ്കിൽ ഫിസിക്കൽ കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് മെഡിക്കൽ നടന്നത്. അതോടൊപ്പം DV നടന്നു. ഈ പ്രോസസ്സിലായിരുന്നു. പക്ഷേ 2024 എങ്ങനെ ആയിരുന്നു? 2024 ഫിസിക്കലും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കലും എല്ലാം ഒരുമിച്ചായിരുന്നു. 2026 ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നമുക്ക് കിട്ടിയ ചെറിയൊരു ഇൻഫർമേഷനാണ് ഞാൻ പറയുന്നത്. ഇത് ഒഫീഷ്യൽ ഇൻഫർമേഷൻ അല്ല. ചിലപ്പോൾ ഈ തവണ 2024 കണക്ക് തന്നെ ഫിസിക്കലും മെഡിക്കലും DVയും ഒരുമിച്ച് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് SSCGDക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും ഫിസിക്കലിനോടൊപ്പം തന്നെ നിങ്ങളുടെ മെഡിക്കൽ പോയിൻറ്റും നല്ലപോലെ ക്ലിയർ ചെയ്ത് പോകണം. ചില കുട്ടികൾക്ക് ചില മെഡിക്കൽ പോയിൻ്റ് കാണും, അതിന് സർജറിയുടെ റിക്വയർമെൻറ്റ് ഉണ്ടായിരിക്കും. അതൊക്കെ നേരത്തെ അതിനനുസരിച്ച് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഫെയിൽ ആവുന്നതായിരിക്കും. കാരണം ഫിസിക്കൽ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ മെഡിക്കൽ കാണും. അപ്പോൾ ആ കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് സർജറി ചെയ്ത് അതിൻ്റെ റിക്കവറിയും ലഭിക്കത്തില്ല. അപ്പോൾ ഈ കാര്യം എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. പിന്നെ ഒരു കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം, ഇത് ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. നമുക്ക് കിട്ടിയ ചെറിയൊരു അപ്ഡേറ്റാണ്. 2 ദിവസം മുന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചത്. അത് നല്ല രീതിയിൽ ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത്. അതുകൊണ്ട് കുട്ടികളെ, എനിക്ക് പറയാനുള്ളത് 2024 കണക്ക് 2026 ഫിസിക്കലും മെഡിക്കലും നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ DVയും കാണും. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ ടൈം ലഭിക്കുന്നതായിരിക്കും. ഇതേ രീതിയിൽ SSC SSCGയുടെ സെലക്ഷൻ പ്രോസസ്സ് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ കൂടുതൽ ടൈം എടുക്കുന്നതായിരിക്കും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ജനുവരി ഫെബ്രുവരിയിൽ CSFൻ്റെ ട്രെയിനിങ്ങിനായിട്ട് കുട്ടികൾക്ക് പോകാനും പറ്റത്തില്ല. അത് നമുക്ക് അങ്ങോട്ട് വരുന്ന അപ്ഡേറ്റിൽ അറിയാൻ പറ്റുന്നതായിരിക്കും. ഓരോ അപ്ഡേറ്റും വരുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. കേട്ടോ കുട്ടികളെ, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും നടക്കാനുള്ള സാധ്യത. അതുകൊണ്ട് ഇതനുസരിച്ച് വേണം എല്ലാ കുട്ടികളും മുന്നോട്ട് പോകേണ്ടെന്ന് ഈ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ഫാസ്റ്റ് ട്രാക്ക് അപ്ഡേറ്റ്. അതായത് ഫാസ്റ്റ് ട്രാക്ക് സ്ട്രാറ്റജി എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഒരു സ്ട്രാറ്റജിയിലായിരിക്കും ഇനി അങ്ങോട്ട് നിങ്ങളുടെ പ്രോസസ്സ് നടക്കാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ടഫ് ആൻഡ് മോഡറേറ്റ് ഷിഫ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്രയും ഷിഫ്റ്റിന് 40 പോയിൻറ്റ്സ് പ്ലസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഷിഫ്റ്റിനേക്ക് ആൾറെഡി നോർമലൈസേഷൻ്റെ അപ്ഡേറ്റ് വെച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എല്ലാ ഷിഫ്റ്റിൻ്റെയും നോർമലൈസേഷൻ മാർക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ടഫസ്റ്റ് ഷിഫ്റ്റ് ഏതാണ്, അതേപോലെ തന്നെ ഈസി ഷിഫ്റ്റ് ഏതാണ്, മോഡറേറ്റ് ഏതാണ്, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഷിഫ്റ്റിനാണ് 14, 20, 22 മാർക്ക് ലഭിക്കാനുള്ള സാധ്യത എന്നീ അപ്ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കയറി കാണുക, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഇത്രയും ഷിഫ്റ്റിന് എന്തായാലും 14+ മാർക്സ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അറിയേണ്ട ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് റിസൾട്ട് എപ്പോൾ വരും. SSCGയുടെ മുൻ വർഷങ്ങളുടെ റിസൾട്ട് അപ്ഡേറ്റാണ് നിങ്ങളിവിടെ കാണുന്നത്. 21, 22, 22, 23 പിന്നെ 24, 25 വരെയുള്ള അപ്ഡേറ്റാണ് കാണുന്നത്. എക്സാമിന് ശേഷം റിസൾട്ട് വരാൻ വേണ്ടി ഇത്രയും ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ 2025, 26 അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ എല്ലാ തവണയും SSC മിനിമം ആൻഡ് മാക്സിമം ഡ്യൂറേഷൻ വെച്ചിട്ടാണ് എക്സാമിൻ്റെ റിസൾട്ട് ഇടുന്നത്. ഈ ഒരു എക്സാം റിസൾട്ടിന് മുന്നേ തന്നെ വേക്കൻസിയുടെ അപ്ഡേറ്റും SSC വളരെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.
SSC/SSC/GDയുടെ റിസൾട്ട് ഇടുമ്പോൾ വേക്കൻസി അനുസരിച്ചിട്ടാണ് കുട്ടികളുടെ റിസൾട്ട് ഔട്ട് ചെയ്യുന്നത്. എത്രയാണോ വേക്കൻസി അതിൻ്റെ 8 ഇരട്ടി കുട്ടികളെയാണ് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ ഇടുന്നത്. മനസ്സിലായി? അപ്പോൾ ഇപ്പോൾ വേക്കൻസി ഉള്ളത് 25,000 ആണ്. അപ്പോൾ അതിൻ്റെ 8 ഇരട്ടി കുട്ടികളെ ആയിരിക്കും ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ ഇടുന്നത്. വേക്കൻസി കൂടിയില്ല എന്നുണ്ടെങ്കിൽ, വേക്കൻസി 50,000 ആവുകയാണെന്നുണ്ടെങ്കിൽ 50,000 × 8 അത്രയും ഇരട്ടി കുട്ടികളുടെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാ തവണയും ഇങ്ങനെ തന്നെയാണ്. ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ വേക്കൻസി ഇൻക്രീസ് ആവുന്നതിൻ്റെ ഒഫീഷ്യൽ ലെറ്ററും വരുന്നതായിരിക്കും. ഡെഫിനറ്റ്ലി വേക്കൻസി കൂടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ആൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. മിനിമം ആൻഡ് മാക്സിമം അപ്ഡേറ്റ് അനുസരിച്ച് കുട്ടികൾ നിങ്ങളുടെ റിസൾട്ട് വരാനുള്ള സാധ്യത ജൂലൈ ലാസ്റ്റ് വീക്ക്, അതേപോലെ തന്നെ 3.5 മന്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഗസ്റ്റ് ലാസ്റ്റ് വീക്ക് ആൻഡ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക്. ഈ ഒരു ടൈമിൽ തന്നെ എന്തായാലും ഫിസിക്കൽ മെഡിക്കൽ പ്രോസസ്സ് നടന്നിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ജനുവരി ഫെബ്രുവരിയിൽ ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ, അത് ആഗസ്റ്റിലാണെങ്കിലും സെപ്റ്റംബറിലാണെങ്കിലും ഫിസിക്കൽ പ്രോസസ്സിലാണെങ്കിലും മെഡിക്കൽ പ്രോസസ്സിലാണെങ്കിലും ഡിലേ ആവുകയാണെങ്കിൽ നമുക്ക് ജനുവരി ഫെബ്രുവരിയിൽ ട്രെയിനിങ്ങിന് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്തായാലും SSC/GDയുടെ ഈ ഒരു സ്റ്റെപ്പിൽ ആക്ഷൻ എടുക്കുന്നതായിരിക്കും. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഈ ആഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ ഈ ഒരു മന്ത് നിങ്ങളുടെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് അങ്ങോട്ട് ടൈം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് തന്നെയാണ്. എന്തായാലും നല്ലപോലെ എല്ലാവരും ട്രെയിനിങ് ചെയ്തോണം. ഈ ഒരു മന്ത് വെച്ച് തന്നെ നമ്മുടെ കേരളത്തിൽ എല്ലാ കുട്ടികളും ട്രെയിനിങ് ചെയ്ത് മുന്നോട്ട് പോവുക. ക്ലിയർ ആയല്ലോ കുട്ടികളെ? 2026-27 SSC/GDയുടെ ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്, മോക്ക് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിലും ലഭിക്കുന്നതായിരിക്കും. പിന്നെ 150+ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്ത് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫുൾ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോഴ്സ് റിലേറ്റഡ് ആണെങ്കിലും അതേപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട് റിലേറ്റഡ് ആണെങ്കിലും പേഴ്സണൽ ഡൗട്ട് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് കോളിംഗ് നമ്പർ, ഇതാണ് വാട്സാപ്പ് നമ്പർ. ഈ നമ്പർ എല്ലാ കുട്ടികളും എല്ലാവരുടെയും ഫോണിൽ സേവ് ചെയ്യുക. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, അതേപോലെ ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സ് റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിൽ. ക്ലിയർ? ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനലും ഫോളോ ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങളുടെ ഡൗട്ടിനനുസരിച്ചിട്ടുള്ള കറക്റ്റ് അപ്ഡേറ്റുകൾ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫോഴ്സിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ കയറി കാണുക. അപ്പോൾ ആ അപ്ഡേറ്റ്സ് എല്ലാം നമ്മുടെ ഈ ഒരു വാട്സപ്പ് ചാനലിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതേപോലെയുള്ള അപ്ഡേറ്റ്സ് അറിയാൻ നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.